ഇപ്പോൾ ഈ ലോൺ ആപ്പിനാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ ചോദിക്കുന്ന പെർമിഷൻസിൽ ഒന്ന് കോൺടാക്ട്സ് ആയിരിക്കും, 2 ഗാലറി ചോദിക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ഫയൽ മാനേജറിന് പെർമിഷൻ, SMS-ന്റെ പെർമിഷൻ, ഇതെല്ലാം ചോദിക്കാം. പക്ഷേ ഒരു ലോൺ എടുക്കുന്ന ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മുടെ ഗാലറിയുടെ പെർമിഷനും അതേപോലെ തന്നെ ഈ SMS-ന്റെ പെർമിഷനും എന്നുള്ളത് നമ്മളൊന്ന് ആ ഒരു സമയം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ ഗാലറിയുടെ പെർമിഷനോ അല്ലെങ്കിൽ മറ്റെന്തും കൊടുക്കുന്നതോട് തന്നെ ഇവർക്ക് നമ്മുടെ ഫോണിലുള്ള ഗാലറിയുടെ എല്ലാം നമ്മൾ ഫോണിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസും എല്ലാം തന്നെ അവർക്ക് അതിനുള്ള ആക്സസ് കിട്ടും. അതേപോലെ തന്നെയാണ് ഈ കോൺടാക്റ്റിന് പെർമിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ആ ഒരു സമയം വരെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കോൺടാക്റ്റിന്റെ പെർമിഷൻസ് നമ്മൾ അവർക്ക് നമ്മളായിട്ട് തന്നെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം നമ്മളായിട്ട് തന്നെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ കോൺടാക്ട് ലിസ്റ്റ് മൊത്തം കിട്ടുന്നു. പിന്നെ ഒരു ഫ്യൂച്ചറിൽ, അതായത് ഇതേപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പൈസ അടവ് താമസിപ്പിക്കുന്ന സമയത്തോ മറ്റും ഇവർക്ക് ഈവൻ ഞാൻ കുറെ അധികം കേസുകൾ കേട്ടിട്ടുണ്ട്, ഈവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാര്യം നമ്മുടെ ഫോണിനകത്തുള്ള ഫോട്ടോസ് എല്ലാം ഇവർക്ക് കിട്ടുന്ന ടൈമിൽ അവർക്ക് അതുപോലും ഉപയോഗിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഇവർ കൂടുതലും ത്രെട്ടൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരിട്ട് വിളിക്കാതെ നമ്മുടെ കോൺടാക്ട്സിൽ അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് അവർക്ക് തോന്നുന്ന ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരിലേക്കായിരിക്കും ഇവർ ഈ ടാർഗറ്റിംഗ് തിരിക്കുക. കാര്യം അതാകുമ്പോൾ നമ്മളെ ഡീഫെയിം ചെയ്തുകൊണ്ട് അവർക്ക് എങ്ങനെയും പൈസ കിട്ടും. ഇതിപ്പം ഈവൻ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു വിശ്വാസ്യതയില്ലേ, കാര്യം ഇത് RBI അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ ഇതൊന്നും തന്നെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ ആ ഒരു സമയത്ത് പൈസ കിട്ടുക എന്നുള്ള ഒരു ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു കോണ്ടാക്റ്റും ഡീറ്റെയിൽസ് എല്ലാം പോകുന്ന ടൈമിൽ അവർ ഇന്നിപ്പോൾ പുറത്ത് വന്ന CCTV അശോഷ് ആ ടീച്ചർ പറയുന്നുണ്ട് എൻ്റെ കോണ്ടാക്റ്റ് ഒന്ന് അതിൽ നിന്ന് മാറ്റൂ, റെഫറൻസ് ഒന്ന് മാറ്റൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല ഈ വിളിക്കുന്ന ആളുകൾ. അപ്പം നമ്മളിപ്പോൾ ഒരു തവണ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താൽ അപ്പം നമ്മളുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അത് ഡിലീറ്റ് ആവില്ല. ഇല്ല, കാര്യം ഒരിക്കൽ നമ്മളിത് പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ഡേറ്റ അവരുടെ കയ്യിലേക്ക് എത്തി. അത് പിന്നെ കളയണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇതിൽ വരുന്നതാണ്. കാര്യം നമ്മൾ ഒരിക്കലും അനുവാദം കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സമയം വരെ ഉള്ളത്. ഈവൻ ഇപ്പോൾ നമ്മൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അല്ലെങ്കിൽ പെർമിഷൻസ് മാറ്റുകയോ ചെയ്യുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഫോട്ടോ, ഇപ്പോൾ ഗാലറി പെർമിഷൻ ഉണ്ടെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ അതിനുശേഷം സേവ് ചെയ്യുന്ന കോൺടാക്ട്സ് ഒന്നും അവരിലേക്ക് എത്തില്ല. പക്ഷെ ആ ഒരു സമയം വരെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ കോൺടാക്ട്സും അവരിലേക്ക് എത്തും. ഈവൻ ഇപ്പം നമ്മളിപ്പോൾ ഒരു ലോൺ പൈസ എടുത്തു, അത് നമ്മൾ പൈസ തിരിച്ചടച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, എല്ലാം മൊത്തം ക്ലോസ് ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതേപോലെ വിളിച്ച് ഇനി നിങ്ങൾ കുറച്ച് പൈസയും കൂടെ അടയ്ക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇത് ക്ലോസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുന്ന തരത്തിലുള്ള കുറേ അധികം സിറ്റുവേഷൻസ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. ഇത് കൂടുതലും സാഹചര്യം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും RBI റെഗുലേറ്റഡ് ആയിട്ട് ഇല്ലാത്ത ആപ്ലിക്കേഷൻസിൽ നിന്നും മറ്റും വരുമ്പോഴാണ്. അതായത് ഈ ബാങ്ക് എൻറ്റിറ്റീസ് അല്ലാതെ ഇതേപോലെ പൈസ ലെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു സ്കാം രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഈ നമുക്ക് വരുന്ന SMS-കളിൽ ഒരു 90%.